നമസ്കാരം, അസ്സലാം വലൈക്കും സഹോദരങ്ങളെ. എല്ലാവർക്കും മഴക്കാലത്ത് സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മഴയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാനാണ് വന്നത്. നമ്മളുടെ ഹജ്ജ് പെരുന്നാൾ വരാണ്. ഹജ്ജ് പെരുന്നാൾ എന്ന് വെച്ചാൽ ഉളുഹിയ്യത്ത് ഇറക്കേണ്ട സമയം. പോത്തിനറുത്തിട്ട് പാവപ്പെട്ടവർക്ക് മാംസങ്ങൾ വിതരണം ചെയ്യുന്നൊരു ഒരു പെരുന്നാളാണ്. അതിൻ്റെ ഒരു പ്രധാന കർമ്മമാണ് ഈ ഉളുഹിയ്യത്ത് ഇറക്കുക എന്ന് പറയുന്നത്. ഇവിടെ രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഷവർമ്മ ചിക്കൻ്റെ കാര്യം നമ്മളുടെ മധുസാറ് പറഞ്ഞിരുന്നല്ലോ. ഈ ഹിന്ദുക്കളാണ് ചിക്കൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെന്നാണ്. കാരണം ഹിന്ദുക്കൾ ഈ ചിക്കൻ അടക്കമുള്ള മാംസങ്ങൾ ഒഴിവാക്കണം, ഹിന്ദുക്കളോട് എല്ലാവരോടും ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ഹിന്ദുക്കളിപ്പോൾ പോത്തിറച്ചി കൂട്ടുന്നില്ല, കൂടുതലും ഈ ഷവർമ്മ ചിക്കനാണ് കഴിക്കണേന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഹിന്ദുക്കൾ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന ആളുകൾ മാത്രമല്ലല്ലോ ഹിന്ദുക്കൾ. അദ്ദേഹം ഉദ്ദേശിക്കുന്ന കുറച്ച് സംഖ്യകൾ ഉദ്ദേശിച്ചിട്ടാണ് അയാൾ പറയുന്നത്. എനിവേ, ഒന്ന് ആ ശബ്ദം ഒന്ന് കേട്ടു നോക്കും നിങ്ങൾ. പുള്ളി പറയുന്ന മൂന്നാല് വാക്കുകൾ. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല. പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും പക്ഷെ അത് ഷവർമ്മയായിരുന്നു. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവർമ്മ എന്ന പേര്. ഈ ആക്രമണം മൊത്തം ഭണ്ഡാരടങ്ങാൻ ഇത് പോയി തിന്ന് ചാടുന്നവരുടെ പേര് ഹിന്ദു എന്നാണ്. കണ്ട, ഇതാണ് സംഭവം പറഞ്ഞിട്ടുള്ള. ഈ മുസ്ലിങ്ങളല്ല കൂടുതൽ കഴിക്കുന്നത്. എനിവേ, ഈ വിഷയത്തില് ഈ അദ്ദേഹം എന്താ പറയട്ടെ, ഈ കോഴീനാരും ഉളുഹിയ്യത്ത് ഇറക്കുന്നില്ല. കോഴീനെ ഷവർമ്മയും ഷവായും ഒക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളോടായിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മുസ്ലിങ്ങളിലെ മുജാഹിദായാലും ജമാഅത്തായാലും മറ്റേ സുന്നി വിഭാഗം AP ആയിരുന്നാലും ഈക്ക ആയിരുന്നാലും തബ്ലീഗ് ജമാഅത്തായിരുന്നാലും ഇവരൊക്കെ ഇവിടെ ഈ മറ്റേ നമ്മളുടെ ഈ തരീഖത്തിൻ്റെ ആളുകളും അടക്കമുള്ള ആളുകൾ ഉളുഹിയ്യത്ത് ഇറക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരെയും വളരെ ഡീപ്പായിട്ട് എനിക്കറിയില്ല, ഇങ്ങനെ പേരുകൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇവരുടെ കർമ്മങ്ങളൊക്കെ ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലായ? അപ്പം എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാധാരണ ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു പഴയ ഫ്രീസറും ഫ്രിഡ്ജൊക്കെ നന്നാക്കുന്ന ഒരു കടയിൽ 3 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തൃപ്പയാറ്. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് 2 ആളുകൾ ബൈക്കുമ്പോൾ വന്നിട്ട്, ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വണ്ടി ഉണ്ടല്ലോ, പിന്നിൽ ബോക്സൊക്കെ വെച്ചുള്ള വണ്ടിയിൽ വന്നിട്ട് 2 വണ്ടിയിൽ ബൈക്കുമ്മൽ വന്നിട്ട് ആളോട് ചോദിച്ചു, 100 കിലോനൊക്കെ മാംസം വെക്കാൻ കഴിയുന്ന ഫ്രീസർ ഈ വാടകയ്ക്ക് കിട്ടുമോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു ഒരെണ്ണം ഉണ്ട് എൻ്റെയൊക്കെ, വാടകയ്ക്കില്ല, അതിനൊരു 7000 റുപ്യ വരും എന്ന് പറഞ്ഞു. പഴയ സാധനം, ഫ്രിഡ്ജ് പോലെ തന്നെ. ഫ്രിഡ്ജ് 3 രൂപ 4 രൂപ 2.5 രൂപക്കൊക്കെ ഫ്രിഡ്ജും ഉണ്ട് അവൻ്റെ കയ്യിൽ. അപ്പോൾ ഒരു 7000 രൂപ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 2 ആളും കൂടിയിട്ട് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ വരാം, ഒന്ന് വർക്ക് ചെയ്ത് ശരിയാക്കി വെക്ക്, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട്, എന്താണ് ഈ വാടകയ്ക്ക് ഫ്രീസർ ചോദിക്കുന്നത് എന്ന് ചോദിച്ചേ. അപ്പോൾ ഇങ്ങനെ മരിച്ചവരെ വെക്കാനൊക്കെ ഫ്രീസർ കൊണ്ടുപോകാറുണ്ട് വാടകയ്ക്ക്. ഇത് അങ്ങനെയല്ലല്ലോ, അതിൽ ഫ്രീസർ മനുഷ്യന്മാരെ വെക്കാനും പറ്റുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ്, അല്ല ഭായി, ഉളുഹിയ്യത്തിൻ്റെ സമയമായി, ഇവനൊരു മഹല്ലത്തിലാണ്, ഞാനൊരു മഹല്ലത്തിലാണ്. അപ്പോൾ പിള്ളേരുണ്ട്, പിന്നെ കുറേ തമിഴന്മാരുണ്ട് ഇവിടെ, ബംഗാളികളുണ്ട്. ഈ ബംഗാളികളും തമിഴന്മാരൊക്കെ ഈ ഇറച്ചി മേടിക്കാൻ വേണ്ടി വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന വാക്കുകൾ തമാശയായിട്ട് എടുക്കരുത് കേട്ടോ. തമിഴന്മാരും ബംഗാളികളും മാംസം മേടിക്കാൻ വേണ്ടി വരും, ഇറച്ചി മേടിക്കാൻ വേണ്ടി. മിക്ക പള്ളികളിലും കാർഡ് ഉണ്ടെങ്കിലും കാർഡില്ലാതെ കൊടുക്കുന്ന പള്ളികളുമുണ്ട്, കാർഡോട് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്ന പള്ളികളുമുണ്ട്. വേറെ നിവർത്തില്ല, അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള മുതലുണ്ടാവില്ല, അതുകൊണ്ടാണ് വാശി എന്നല്ല എന്നെ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആളുകൾ, ഈ തമിഴന്മാരും ബംഗാളികളും മേടിച്ചു കൊണ്ടുവരുന്ന ഇറച്ചി, ഒരു റൂമിൽ 5 ആൾ 6 ആളുണ്ടാവും ബംഗാളികൾ. ഈ 5 കിലോ ഇറച്ചി മേടിച്ചിട്ട് സാധാരണ ശരാശരി ഒരു വീട്ടിലൊക്കെ ഇപ്പം അങ്ങനെയല്ലോ, ട്രെൻഡ് അങ്ങനെയല്ലോ. മഹല്ലത്തിൽ അറവ് നടക്കുന്നുണ്ടെങ്കിലും പൈസയുടെ പ്രവടി കാണിക്കാൻ സ്വന്തം വീട്ടിൽ അറുത്ത് കൊടുക്കുന്ന കുറച്ച് പുതിയ പൈസക്കാരൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്.
ഈ ബംഗാളികളും ഇവരൊക്കെ അറുത്തുള്ള ഇറച്ചികൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പോയിട്ട് കളക്ട് ചെയ്യും. 1 കിലോ ഇറച്ചിക്ക് 350 രൂപ ഉണ്ട്. ഒറിജിനൽ പോത്തിറച്ചിക്ക് 380-നും വിൽക്കുന്നുണ്ട്, 390-നും വിൽക്കുന്നുണ്ട്, 400-നും വിൽക്കുന്നുണ്ട് ഇറച്ചി. ബംഗാളികൾക്ക് ഇവർ 1 കിലോ ഇറച്ചിക്ക് 150 രൂപ കൊടുക്കും. 150 രൂപ. അപ്പൊ ഇവർ 5 കിലോ ഇറച്ചി, ചിലവർ 5 കിലോ, ചിലവർ 6 കിലോ, 1 കിലോ അവരെടുക്കും. തമിഴന്മാർക്ക് ഇവര് നേരിട്ട് ഇതേപോലെ 150 രൂപ കൊടുക്കും. അവിടെ നിന്ന് തന്നെ കൊടുക്കും. ഇവര് എല്ലാ കൊല്ലവും 4ഉം 5ഉം അയൽവക്കത്തുള്ള ഫ്രിഡ്ജുകളിൽ കൊണ്ടുവെക്കുന്ന കേസാണ് പറഞ്ഞിരുന്നത്. അപ്പോ ഇവരെന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-5 വർഷമായിട്ട് ഇവര് സ്ഥിരമായിട്ട് ഇങ്ങനെ 300-ഉം 400-ഉം kg ഈ ഇറച്ചി ഇവർ കളക്ട് ചെയ്യും. അതായത് 2 പോത്തിന്റെ ഇറച്ചി ഇവർ തന്നെ കളക്ട് ചെയ്യും. പലരൊക്കെ മേടിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ഇവര്. അങ്ങനെ വിൽപ്പന നടത്തുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇറച്ചി മേടിച്ചിട്ട് ഇവര് വേറെ വിൽക്കും. ഒരു 350-നായിട്ട് വിൽക്കുമ്പോൾ 150 കൊടുത്തു കഴിഞ്ഞാൽ 350-ന് വിൽക്കുമ്പോൾ ഒരു 200 രൂപ ഇവർക്ക് ലാഭമായി. പെട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ തരക്കടില്ലാത്തൊരു ലാഭം ഈ പെരുന്നാള് ചോറിനുള്ള കായ് ഇവരുണ്ടാക്കും. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോത്തിനെ അറുത്തിട്ട് നമ്മള് ഒരു മഹല്ലത്തില് എത്ര വീടുണ്ടെന്ന് നോക്കുക. അത്ര വീടുകളിലേക്ക് ഒരു അതിൽ മുതിർന്ന സാമ്പത്തികമായിട്ട് തയ്യാറുള്ള ആളുകൾ ഒരു 4, 5, 10 പോത്തിനെ അറുത്തിട്ട് ആ വീടുകളിലേക്ക് വിതരണം ചെയ്തിട്ട് ഈ വീട്ടിൽ ബാക്കിയുള്ള വീട്ടുകാരൊക്കെ ഈ ഒതുയത്ത് ഇറക്കുന്ന പരിപാടി നിർത്തുക. ഇനിയിപ്പോൾ അതിന് ട്രോളാക്കാൻ വരണ്ട. കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ വളരെയധികം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗവും വളരെ സാമ്പത്തികമായിട്ട് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ GDP ഒക്കെ ആകെ തകിട് പൊടിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബിസിനസ്സും താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ പൈസകൾ വളരെയധികം സൂക്ഷിച്ച് ചെലവ് ചെയ്യാം. കോടീശ്വരനായിരുന്നാലും കോടീശ്വരനല്ലാത്തവനായിരുന്നാലും അത് എന്നും നമ്മൾ ഈ ചെലവാക്കുന്ന പൈസ അങ്ങനെ പോവും. വണ്ടിക്ക് ഡീസൽ അടിക്കുന്ന പോലെയാണ്. 10,000 രൂപയുടെ ഡീസൽ അടിച്ചാൽ പുകയായിട്ട് പോവും. ഏത് നമ്മളെ ജീവിതത്തിൽ ചെലവഴിക്കുന്നതിൽ വലിയൊരു വിഭാഗം ഡീസൽ അടിച്ചിട്ട് പുകയാക്കി കളയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് അംഗീകരിക്കണമെന്നൊന്നും ഇല്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. ഉളുഹിയത്ത് മഹല്ലുകളിൽ മാത്രം ഒരു മുജാഹിദൊക്കെ അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. മുജാഹിദ് മഹല്ലുകളിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. 7 ആളുകളെ, 5 ആളുകളെ, 3 ആളുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോത്തുകളെ മേടിക്കുന്നു, അറക്കുന്നു, അർഹിക്കുന്നവർക്ക് കൊടുക്കുന്നു. ഈ തമിഴന്മാർക്കും ബംഗാളികൾക്കും ഈ സാധനം കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്ക് പറഞ്ഞ മനസ്സിലായ? കാരണം അത് അവർക്ക് ഉപയോഗിക്കാന്ന് വെച്ചാൽ അവർ കൊണ്ടുപോകണോണ്ട് തരക്കടില്ല. ഇത് മേടിച്ച് കൊണ്ടുപോയിട്ട് 5 ആള് 10 ആളായിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വരും. 10 കിലോ ഇറച്ചിയും കൊണ്ടുപോയിട്ട് 2 കിലോ അവർ കൂട്ടാൻ വെക്കും, 8 കിലോ അവർ വിൽക്കും. ഈ വിറ്റിട്ട് തന്നെയാണ് ഈ കഞ്ചാവും ബ്രൗൺ ഷുഗറും മറ്റുള്ള സാധനങ്ങളും മേടിക്കാനാണ് മെയിനായിട്ട് അവർ ആ പൈസ ഉപയോഗിക്കുന്നത്. മനസ്സിലായ? പല കള്ളുടിക്കാനും മറ്റുള്ളതിനൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സദക്ക യഥാർത്ഥത്തിലുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സാധാരണഗതിയിൽ ഇത് പുറത്ത് ചിലവരിങ്ങനെ പരസ്പരം പറയാന്നല്ലാതെ മറ്റോ മേടിച്ച് ഇറച്ചി, എനിക്ക് ബംഗാളി മേടിച്ചിട്ട് ഇറച്ചി 150-ന് തന്നു, 200-ന് തന്നു എന്നൊക്കെ പറയാറുണ്ട് വർഷങ്ങളായിട്ട്. തമിഴൻ മേടിച്ചിട്ട് ഇത്രക്ക് തന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊരു ബിസിനസ് ആക്കി കൊണ്ടുനടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. ഇതൊക്കെ കളക്ട് ചെയ്തിട്ടൊരു ബിസിനസ് ആക്കി കൊണ്ടുനടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേരിൽ എന്താണ് ഈ പണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയേ. 27.53% 2025-ലെ കണക്കുകളാണിത്. 25.53% മുസ്ലിം ജനസംഖ്യ ഉള്ളത്. ഏത് 3.5 കോടി ജനങ്ങളാണ് നമ്മളിവിടെ എന്ന് പറയണ്ടെങ്കിൽ 4 കോടി കവിഞ്ഞു. പറഞ്ഞ മനസ്സിലായി? 4 കോടി ജനസംഖ്യ കേരളത്തിൽ കവിഞ്ഞു. 26.53 2023-ലെ കണക്കാണ്. 18 ചില്ലറ ക്രിസ്ത്യാനികളും അങ്ങനെയുള്ള കണക്കാണ്. 56% ഈ ഹിന്ദുക്കളും.
പിന്നെ കുറച്ച് ഈ ജാതി ഇല്ലാത്ത മറ്റ് ആളുകളൊക്കെ കണക്ക് നിങ്ങൾക്ക് ഇതിൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഈ 2025 കണക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണക്ക് കൂട്ടാം. ആകെ 1 കോടി ജനങ്ങളുള്ളൂ. അപ്പോൾ 25 വെച്ച് 4 കോടി ഉണ്ടെങ്കിൽ 1 കോടി ആയല്ലോ. ഇത് 27% ഉണ്ട്. ആയിക്കോട്ടെ, 1 കോടി മുസ്ലിം സമുദായം ഈ കേരളത്തിലുണ്ട്. 1 കോടി മുസ്ലിങ്ങളിലുള്ളതിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടണം. ഏകദേശം ശരാശരി 99 ലക്ഷത്തിനെ തള്ളിയിട്ട് 99 ലക്ഷത്തിനെയും തള്ളിയിട്ട് 1 ലക്ഷം ജനങ്ങൾ ഇവിടെ ഇത് ഒലുഹിയത്ത് ഇറക്കാൻ പോത്തിന് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിക്കണ്ട. 1 ലക്ഷം പോത്തിനെ നിങ്ങൾ മേടിക്കുന്ന 1 ലക്ഷം ജനങ്ങൾ പോത്തിന് മേടിക്കുമ്പോൾ ഓരോ പോത്തുനിന്ന് കൂട്ടിക്കോ 2 പോത്തും 3 പോത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. എല്ലാ കണക്കും കൂട്ടി അപ്പോൾ 1 ലക്ഷം പോത്ത്. 1 ലക്ഷം പോത്ത് ഇവിടെ മേടിക്കുന്ന ശരാശരി 80,000 രൂപ വെച്ചിട്ടാണ്. 80,000 രൂപ. പറ മനസ്സിലായ എത്ര കോടി റുപ്യ? ഇനി ഞാൻ കണക്കിലൊന്നും അത്ര വിദഗ്ധനല്ല. അപ്പോൾ അന്ന് കണക്ക് കൂട്ടിക്കോ. ഈ 1 ലക്ഷം 1 ലക്ഷം കൂട്ടണം 80,000 എത്ര കോടിയായി? ഇത്ര കോടി രൂപക്ക് ഇപ്പൊ ദൈവത്തിൻ്റെക്കെന്ന് അള്ളാഹുവിൻ്റെക്കെന്ന് പടച്ചോൻ്റെക്കെന്ന് കൂലി കിട്ടാനാണല്ലോ ഒലുഹിയത്ത് നടത്തുന്നത്. ഒലുഹിയത്ത് നിങ്ങൾ പള്ളിയിൽ ഒരു ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് കൂടിയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ചെറിയൊരു പൈസ. ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒലുഹിയത്തിനായി മാറ്റി വെക്കാൻ നിങ്ങൾ നെയ്യത്ത് ചെയ്തിട്ടുള്ള ഈ പൈസ കൊണ്ട് പാവപ്പെട്ട എത്രയോ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ എത്രയോ മനുഷ്യനെ സഹായിക്കാനാണ് പറഞ്ഞുള്ളത്. അല്ലാണ്ട് എന്താണ് അപ്പുറത്തെ വീട്ടിൽ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഇവൻ സുഭിക്ഷമായി കഴിക്കുന്നത് നമ്മളിൽപ്പെട്ടവനല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഈ വചനങ്ങളുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ നസ്രാണി അപ്പുറത്തെ വീട്ടിലെ ഹിന്ദു പട്ടിണി കിടന്നാൽ നമ്മ വയറിറച്ചി തിന്നാന്നൊന്നും അല്ലല്ലോ പറഞ്ഞേ. അപ്പുറത്തെ വീട്ടിലെ മനുഷ്യൻ, അപ്പുറത്തെ വീട്ടിലെ ഹിന്ദു ആവാം, മുസ്ലിം ആവാം, യഹൂദി ആവാം, ആരും ആവാം, അവൻ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വയറിറച്ചി തിന്നരുതെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയേ അത് അവർക്ക് കൊടുക്കാൻ പാടില്ല. ഇത് ഇവർക്ക് അള്ള പറയാ കൊടുക്കാൻ, നമ്മൾ പറയാ കൊടുക്കൂല. അവര് ചാവൂല, അവര് ചാവും, നമ്മൾ മരിക്കും. അവര് മരിക്കൂല, നമ്മൾ ചാവേയില്ല. എന്തൊക്കെ തിരുത്തൽവാദ പ്രസ്ഥാനങ്ങളാണ് നമ്മളെ സമുദായത്തിൽ ഇറങ്ങി വന്നുള്ളത്. മനുഷ്യനാണ് മനുഷ്യൻ. അപ്പം മനുഷ്യനെ സഹായിക്കുക ഒട്ടനവധി. ഇപ്പം സർക്കാരിന് കയ്യെത്തിപ്പെടാൻ പറ്റാത്ത, സർക്കാരിന് അത്രയും കൈകാര്യം ചെയ്യാത്ത മേഖലകളൊക്കെ ഇഷ്ടം പോലെ പൊതുജനങ്ങൾക്ക് അറിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു പള്ളി മഹലിൽ തന്നെ എത്രയോ ആളുകളുണ്ട്. ഒരു പള്ളിയിലുള്ളവരൊക്കെ സുഭിക്ഷമായി പട്ടിണിയില്ലാതെ ജീവിക്കുന്നതാണെന്ന് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? അങ്ങനെ ഇല്ല. പറഞ്ഞ മനസ്സിലായ? അതൊക്കെ വെറുതെ പറയുന്നത്. എത്രയോ മഹല്ലുകളിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്. അപ്പോൾ എല്ലാവരെയും സഹായിക്കാനല്ല, ഈ ഒലുഹിയത്തിന് ഈ കൊണ്ടുവന്ന് ബംഗാളികൾക്ക് ഈ കൊടുത്തിട്ട് അവർ കൊണ്ടുപോയി വിറ്റിട്ട് കാശുണ്ടാക്കുന്ന ഈ പ്രക്രിയ നിർത്തലാക്കിയിട്ട് അത്യാവശ്യം ഒലുഹിയത്ത് നടക്കുകയും ചെയ്യും. നമ്മള് പോത്തേ 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 പോകരുതേ പോത്തിൻ കൂട്ടിനകത്താക്ക ഞാൻ നൽകാ കയറു വലിച്ചു പോകല്ലേ പോത്തേ കയറു വലിച്ചു പോകല്ലേ വലിയ പെരുന്നാളിനറക്കാൻ നിൽക്കുന്ന കുഞ്ഞിപ്പോത്തേ സന്തോഷിക്കൂ. അംബാനിയെ ജനിച്ചിട്ടുള്ള പണക്കാരൻ മകനായിട്ട്, ധീരുഭായ് അംബാനി ദരിദ്രന്റെ മകനായിട്ട് ജനിച്ചത്. പെട്രോൾ പമ്പിൽ പോയതാ. പക്ഷെ വലിയ സ്വപ്നമുണ്ടായിരുന്നു. നിരന്തരമായി എന്റെ സ്വപ്നം നേടാൻ കഴിയുന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. അത് നേടി. കാരണം നമ്മളെ നെയ്യത്തെ പോലെയാണ് എന്തൊരു സംഭവം ചെയ്യുക. അപ്പം അതിൻ്റെ പേരിൽ ഒലുഹിയത്തിൻ്റെ പരിപാടികളിൽ ജനങ്ങൾ വളരെ കെയർഫുള്ളായിട്ട്, ഇനിയിപ്പോൾ കുറേ പോത്തിനൊക്കെ മേടിച്ചിട്ടുണ്ടാവും വിചാരിക്കുക. ചില ആളുകൾ പോത്തിനൊക്കെ മേടിച്ചിട്ടുണ്ടാവും നിസ്സാര ദിവസങ്ങളുള്ള പെരുന്നാളിന്. ഇനി പോത്തിനെ മേടിച്ചില്ലെങ്കിൽ പാവപ്പെട്ടവനക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചു കൊടുക്കുക. ഒരു കൊല്ലത്തിൽ ഈ കേരളത്തിൽ 1 കോടി ജനങ്ങളിൽ 1 കൊല്ലത്തിൽ 10 വീടെങ്കിലും നിർമ്മിക്കാനുള്ള പൈസ, ചെറിയ പൈസക്കുള്ള വീട് മതിയെന്ന് കയറിക്കെടുക്കാൻ. ഈ വാടകയും കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് കയറിക്കെടുക്കാനൊരു
ചെറിയ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് എത്രയോ ടാലൻ്റ് ആയുള്ള മക്കൾ വലിയ വലിയ കോഴ്സുകൾക്ക് പോകാൻ കഴിയാതെ അവർ കഷ്ടപ്പെടുന്നു, അവരെ പഠിപ്പിക്കും. ഇപ്പം മലപ്പുറത്ത് മുസ്ലിം ലീഗ് ചെയ്യുന്ന സൂറത്തുർ റഹ്മ എന്ന് പറയുന്ന എത്രയോ വീടുകൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു, എത്രയോ വീടുകൾ പറഞ്ഞു മനസ്സിലായ. അപ്പോൾ അതേപോലെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ ഉലുഹിയത്തിൻ്റെ എണ്ണം കുറച്ചിട്ട്, ബംഗാളികളെയും തമിഴന്മാരെയും തീറ്റിക്കൽ കുറച്ചിട്ട്, ആ പൈസ സേവ് ചെയ്തിട്ട് പള്ളികളായിട്ട് ബ്ലിങ്ക് ചെയ്തിട്ട് നിങ്ങളെ നെയ്യത്ത് അവിടെ നടക്കട്ടെ. അപ്പോൾ എത്ര ആളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70,000 റുപ്യ 80,000 റുപ്യയുടെ പോത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 71,000 റുപ്യ വെച്ചിട്ട് 72,000 റുപ്യ അല്ല 12,000 റുപ്യ വെച്ച് എടുത്താൽ മതിയല്ലോ. ഒരു 5 ആൾ കൂടിയിട്ട് 12,000 റുപ്യ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 7 ആൾ കൂടി 12,000 റുപ്യ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു പോത്തായില്ലേ. ഇയാൾ മാത്രം 80,000 റുപ്യ കൊടുത്തിട്ട് പോത്ത് മേടിക്കണ്ടല്ലോ. അങ്ങനെ ആ മഹല്ലത്തിൽ കൊടുക്കാൻ എത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റണത്? 100 ആൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ആ 100 ആളും പോത്തിനെ ഇറക്കട്ടെ, എന്നിട്ട് അർഹിക്കുന്നവർക്ക് കൊടുക്കട്ടെ. ഈ പോത്തിനെ അറുത്തിട്ട് ഇത്രയും പൈസ ഒക്കെ വിൽക്കേണ്ട ഈ പ്രക്രിയ ഒന്ന് അവസാനിപ്പിക്കുക പ്ലീസ്. ഇത് എന്നിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുക. അതാണ് നാളെ മൈശറിയൽക്ക് ഉണ്ടാവുള്ളൂ. ഇന്ന് ഈ കാണുന്ന അഭ്യാസത്തിനും ഞാൻ എൻ്റെ വീട്ടിൽ 4 പോത്ത് അറുത്തു, മറ്റവനക്ക് അങ്ങനെ അറുത്തു, ഒരു കാര്യമില്ല. അത് അള്ളാഹു ശരിക്കും വലത്തെ കൈ കൊടുക്കുന്ന ഇടത്തെ കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ്. പോത്തിനെ ഇറക്കുമ്പോൾ എന്തായിരുന്നാലും അറിയും, അത് വേറൊരു വിഷയം. പക്ഷെ പ്രൗഢിക്ക് വേണ്ടി ഇറക്കരുത്. നെയ്യത്ത് അങ്ങനെ ആയിരിക്കണം, പ്രൗഢിക്ക് വേണ്ടി ഇറക്കരുത്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഇറക്കുക. അത് 7 ആൾ കൂടി അറുത്താലും 5 ആൾ കൂടി അറുത്താലും 1 ആൾ അറുത്താലും 3 ആൾ അറുത്താലും കൂലിയൊന്നും തന്നെ കിട്ടുക. അതിന് 30 പോത്തിനെ അറുത്തിട്ട് കൊടുത്താലും വലിയ കഥ ഒന്നുമില്ല. ആ നെയ്യത്ത് നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സംഭവം. അതിൻ്റെ പേരിൽ താല്പര്യമുള്ളവർ ഇത് ഫോർവേഡ് ചെയ്യുക, ലൈക്കും ചെയ്യുക, താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. കേൾക്കണം എന്നില്ല ഏത്. കാരണം ഇവിടെ നല്ല കാര്യങ്ങൾ, ചിന്താവിഷയങ്ങളായ കാര്യങ്ങൾ നമ്മൾ ആരും പറയുന്നത് ചില ബുദ്ധിശാലികൾക്ക് താല്പര്യമില്ല. വിചാരിക്കും ഇവനിങ്ങനെ പറയും, ഞാനല്ലേ പറയേണ്ടത്, ഇവനെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് ചില മങ്കൂസന്മാർ, മനസ്സിലായ, അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ചില ഈ ചിന്തകളുണ്ടല്ലോ. കലാഭവൻ മണി പറയല്ലോ, എന്തിന് കലാഭവൻ മണിയുടെ പേര് പറയണേ? നമ്മളെ ഈ ചെക്കനുണ്ടല്ലോ, ഇത് വേടന്റെ കഥ എന്താണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കണത്? വേടനെ പറ്റിയിട്ട് പറയുന്ന അക്രമങ്ങളോ അഭ്യാസങ്ങളൊക്കെ പറഞ്ഞ കേട്ടില്ലേ? അയാള് നമ്മളെ വയനാട്ടില് അടിച്ചു കൊന്ന ആ ചങ്ങായനെ കുറിച്ചിട്ട്, മധു എന്നങ്ങാണ്ടും പേരൊന്നും എനിക്ക് എൻ്റെ ഓർമ്മയില്, അടിച്ചു കൊന്നവനെ കുറിച്ചിട്ട് ആ പാട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതൊരു പാട്ട് എന്ന് പറഞ്ഞാൽ പറച്ചൽ പാട്ട്. ഏത്, അതിന് വേറെ ഇംഗ്ലീഷിലൊക്കെ ഒരു പേരുണ്ട്, മലയാളത്തിൽ നമുക്ക് അതിന് ഈ വർത്താനപ്പാട്ടെന്ന് പറയാം. വർത്താനപ്പാട്ട്. ആ വർത്താനപ്പാട്ടിന് താളം വെക്കുമ്പോൾ ഈ സംഭവമൊക്കെയായി മാറും. പക്ഷെ അത് നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ടീച്ചർ വരുന്നു, മാഷ് വരുന്നു, അധ്യാപകർ വരുന്നു, ചില ഒരു വിദഗ്ധ ജീവി ഒരു കവിത ഒക്കെ എഴുതുന്നൊരു, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കില്ല, ഒരു ഇന്റർവ്യൂല് പറയാണ്, ഇനി വേടൻ ഇത് നിർത്തണം, വേടൻ ഈ പറയപ്പെടുന്ന കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിന്ന്. ഏത്, ഈ ആദിവാസികളെ ആക്രമിക്കുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിന്ന്. മിനിഞ്ഞാന്നത്തെ TV നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പാവപ്പെട്ട ഈ ആദിവാസിനെ വയനാട്ടിൽ പിന്നിൽ കൈ കെട്ടിയിട്ട് വണ്ടി, ഈ കൈ കെട്ടി ഇടിച്ച് നാശാക്കിയിട്ട് വണ്ടിയിൽ അറസ്റ്റ് ചെയ്തവരെ കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾ യൂട്യൂബിൽ കണ്ടില്ലേ? അപ്പോൾ ഒരു വിദഗ്ധൻ തമ്പുരാനിരുന്ന് പറയാണ്, അതൊക്കെ 1921 കാലഘട്ടത്തിലാണ് ജന്മി കുടിയാൻ ബന്ധങ്ങളുണ്ടായത്. അതൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ പറയേണ്ട പുഴകൾ പറ്റിപ്പോകുന്നത്, ഏത്, തെങ്ങുമ്മ കയറാൻ ആളില്ല, ഇതൊക്കെ എന്താ പറയണ്ടേ പാട്ടിൽ കൂടി, ഈ പാട്ടിൽ കൂടി, ഏത് വർത്താന പാട്ടിൽ കൂടി പറയേണ്ടത്. ഇങ്ങനത്തെ പരമനാറികളും ഉണ്ട് നമ്മളെ കേരളത്തിൽ, പരമനാറികൾ. ആ ചെക്ക് നല്ലൊരു ട്രെൻഡ്, ചെറുപ്പക്കാർ ആകർഷിക്കുന്ന ഒരു ട്രെൻഡായിട്ട് വന്നതാണ് വേടൻ. ആ കുട്ടി പാടട്ടെ, അതിന് ഇങ്ങനെ ചൊറിഞ്ഞിട്ടും മാന്തിയിട്ടൊക്കെ എന്താ കാര്യം? അവൻ പാടും, പാടിക്കൊണ്ടേയിരിക്കും. വേടാ, നീ പാടണം, പാടിക്കൊണ്ടേയിരിക്കണം. വളരെ വലിയൊരു സംഘം നിന്റെ പിന്നിലുണ്ട്. ഞങ്ങൾക്ക് താല്പര്യമാണ് അത് പാടാൻ, ഞങ്ങൾക്കൊന്നും അത് ആവണില്ല, മനസ്സിലായ?
അത് വേറൊരുത്തം പറയണ ഞാൻ ഇതിനേക്കാളും വലിയ കവിത ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും ഇനി ഇറങ്ങാൻ പോവാണ്, എനിക്കറിയാം ഈ വർത്താനപ്പാട്ട് താളിട്ട് പാടാൻ, വേടൻ ഈ ചരിത്രമൊന്നും പാടാൻ പാടില്ല. ആ ചരിത്രമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പുഴയിൽ ഈ വെള്ളം ഒലിക്കണതും പുഴയിൽ നിന്ന് മണ്ണെടുക്കുക, പുഴയിൽ തന്നെ മണ്ണെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ പുഴയും തൊട്ട് ഇടിക്കുന്നു. ഈ ഭാരതപ്പുഴയിൽ നിന്നൊക്കെ മണ്ണെടുത്ത് കഴിഞ്ഞാൽ എംസാൻഡും വേണ്ട, ഒന്നും വേണ്ട. ഈ കേരളത്തിൽ ഇനി ഒരു കടവുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത്രയധികം മണ്ണിട്ട് ഈ മറ്റേ മാർക്സിസ്റ്റ് ഗവൺമെന്റ് എടുക്കൂല, കോൺഗ്രസ് ഗവൺമെന്റ് എടുക്കൂല. എന്താ ചെയ്യുക? കാരണം ഇവരെടുത്താൽ അവർ കുഴപ്പമുണ്ടാക്കും, അവരെടുത്താൽ അവർ കുഴപ്പമുണ്ടാക്കും. കേരളത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഈ എംസാൻ്റെ ഒക്കെ എത്ര രൂപ കൊടുത്തിട്ട് 1000 രൂപ ഒരു ലോഡ് മണ്ണിന് വെച്ച് ജനങ്ങൾക്ക് കൊടുത്താലും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മണ്ണ് ഭാരതപ്പുഴയ്ക്ക് എടുക്കണത്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ. എന്നിട്ട് ചുറ്റും കെട്ടാനുള്ള പൈസ വേറെ ഉണ്ട്. ചെയ്യൂലത്. അതൊന്നും ചെയ്യരുത്, പുരോഗമിക്കരുത്. ജനം പുരോഗമിച്ച് നല്ലൊരു രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ ഭരണമില്ലല്ലോ ഇവിടെ. ഭരണകർത്താക്കളെ ആവശ്യമില്ല, ഇഷ്ടമുള്ള വോട്ട് ചെയ്യും, ഇഷ്ടമില്ല വോട്ട് ചെയ്യില്ല. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഫോർവേഡും ചെയ്യുക. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വേറെ ഏതെങ്കിലും വീഡിയോ പോയി നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ. ഓക്കെ, മാസ്സലാമ, സന്തോഷം.